നമ്മളെ ഇലക്ഷന്റെ പ്രചരണമാണോ അതോ എന്താ? അച്ഛൻ സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥിയാണല്ലോ. ഞാനുണ്ട്, സ്ഥാനാർത്ഥിയാണ്. ഞാൻ പക്ഷേ രാഷ്ട്രീയമൊന്നുമില്ലാതെ സ്വന്തമായിട്ട് മത്സരിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ പ്രാദേശികമായ വിഷയങ്ങളൊക്കെ പലതുണ്ട്, ഞങ്ങൾ പറയുന്നുമുണ്ട് പറയാത്തതുണ്ട്. അത്തരം വിഷയങ്ങൾ ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കുറച്ച് ജനാധിപത്യവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അത് കുറച്ച് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. തികച്ചും സ്വന്തമായിട്ട് മത്സരിക്കുന്നു, രാഷ്ട്രീയപരമായ ഒരു ഇതുമില്ലാതെ മത്സരിക്കുക. അപ്പോൾ നമുക്ക് വളരെ അതിശയകരം തന്നെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി പഞ്ചായത്തിലെ മേലുകര അല്ലേ? മേലുകര കിഴക്ക് 3-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പ്രമോദ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മോളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കൊട വരച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും പിന്നെ മകനും എല്ലാം സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെടാം. ചേട്ടാ, എന്തൊക്കെയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെട്ടത്? ജീവിതത്തിൽ ബാക്കി ഫാമിലിയുടെ മറ്റു കാര്യങ്ങൾ, ജോലി ചെയ്തല്ലേ? ഞാൻ 3-ാം വാർഡിൽ തന്നെ ഒരു പൗരനാണ്. ഞാൻ വളരെ കാലങ്ങൾ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പലതരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക. പൊതുജനങ്ങളുടെ യാതൊരു ആവശ്യത്തിനു വേണ്ടും ഇടപെടുന്നില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പ്രാദേശികമായി ഞങ്ങൾക്ക് പല പല വിഷയങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടാണ് പ്രതികരിക്കുന്നത്. ഇക്കാര്യത്തിൽ നീയുള്ള കാര്യങ്ങളും അങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഈ മതിൽ വിത്തൽ എഴുതണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്നു. ഉടമസ്ഥൻ വളരെ ലിറ്ററലി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. വളരെയേറെ സാഹിത്യപരമായിട്ട് വളരെ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അവരോട് ചെന്ന് ഞാനിങ്ങനെ മതിൽ ഒന്ന് എഴുതാൻ വേണ്ടി തരണം എന്ന് കൺസെൻറ്റ് വാങ്ങിച്ച് അവർ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ആ മതിൽ എഴുതാൻ തന്നു. ഇപ്പോൾ ചുവരെഴുത്തുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഫ്ലെക്സുകളും അതുപോലുള്ള പ്രകൃതിക്ക് ദോഷമായ കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. എല്ലാം പിന്നെ അത്യാവശ്യമൊന്നും കണ്ട എല്ലാവരും, ഞാൻ വളരെ കുറച്ച് ഫ്ലെക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് ചോദിക്കുകയാണ്, പ്രമോദ് ഒരു ചിത്രകല അധ്യാപകൻ്റെ സ്ഥാപനം കൂടെ? അതെ, ഞാൻ ചിത്രകലയിൽ ഒരു 20-22 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ചിത്രകല പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല ചർച്ചകൾ, മധുവകൾ, പിന്നെ അതുപോലെ ചിത്രങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അതിൻ്റെ തൊഴിൽ തന്നെ ചിത്രകല തന്നെയാണ്. ഈ നൊസ്റ്റാൾജിയാണ്, ഈ ചുവരെഴുതുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ ഒരു നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ട് ചുവരെഴുതണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മൾ സത്യത്തിൽ അതൊരു എക്സ്പെൻസാണ്. അത് സ്വയം അറിയാവുന്നൊരു കാര്യം സ്വയം ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വയം ചെയ്യുമ്പോഴേ അതിന് വിലയുള്ളൂ. സ്വയമായിട്ട് അത് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയും കുട്ടികളും മോനും മോളും ഒക്കെ വരയ്ക്കുന്നതാണ്. ആ മോള് BSc നഴ്സിംഗ് കഴിഞ്ഞാണ്. എന്തിനാൽ തന്നെ ചുവരെഴുതുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഇവിടെ വന്നു, എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വന്ന് ഈ ചുവരെഴുതാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങളിപ്പം എഴുതി തുടങ്ങിയിരിക്കും. ഇടയ്ക്ക് ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടായിരുന്നു, എലന്തൂർ ഗണപതി ക്ഷേത്രത്തിലെ അച്ഛനും മോളും കൂടെ ഈ ചുവർ ചിത്രങ്ങൾ. എത്ര കാലമായിട്ട് മോള് ഈ മേഖലയിലുണ്ട്? അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും ഡാൻസിലേക്കാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ വർത്തമാനകാല രാഷ്ട്രീയമൊക്കെ അറിയാവോ? എന്താണ്? ഞാൻ രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് അല്ല, എൻ്റെ ഫീൽഡ് അതല്ല. അപ്പോൾ എന്താണോ നല്ലത് അത് തരിക സൊസൈറ്റിക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. ശരിയാ. അച്ഛൻ്റെ ചിഹ്നം എന്തോ ആണ്? കുട. വരച്ചോളൂ. ഇനി അമ്മയോടെ ചോദിക്കാമല്ലോ, എങ്ങനെയാണ് ഈ അച്ഛൻ ഈ ഒരു സ്ഥാനാർത്ഥി ആയതിലേക്കുള്ള ഒരു സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു? ഇവിടെ ഈ മേലുകര പഞ്ചായത്തിൽ ഒത്തിരി വികസനങ്ങളൊക്കെ പറയണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നാട്ടുകാരുടെയൊക്കെ ഇപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ്, ബാക്കി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ്? ജയിക്കുവാണെങ്കിൽ ഏട്ടൻ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തും. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു പൊതുസമ്മതനം കൂടാണ്. അതെ 10-20 വർഷം പൊതുപ്രവർത്തകനായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി 2 വർഷം മാത്രമേ ഇപ്പം പുറകോട്ട് നിന്നിട്ടുള്ളൂ. പ്രമോദേ, ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രം പോലും മടിച്ചു നിന്ന ഒരു സമയത്താണ് ഒരു മരിച്ചു എന്ന് എഴുതി തള്ളപ്പെട്ട. എന്തായിരുന്നു ആ അപകടം? ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ വെച്ച് ഞാൻ ശരിക്കും അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിയന്ത്രണം വിട്ടൊരു ബൈക്ക് വന്നിടിച്ച് എനിക്ക് ഹെഡ് ഇഞ്ചുറിയാണ് പറ്റിയത്. ഹെഡ് ഇഞ്ചുറി പറ്റി ശരിക്കും മരിച്ചു എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ അനേകം നമ്മളെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നാട്ടുകാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ വളരെയേറെ
ഹെൽപ്പ് ചെയ്തു. അത് ഏത് രീതിയിലായാലും സാമ്പത്തികപരമായിട്ടും മറ്റു രീതിയിലും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവനോടെ നമ്മളിവിടെ നിൽക്കുന്നത്. അക്കാര്യത്തിൽ എപ്പോഴും ദൈവത്തെ ഞാൻ സ്മരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ചാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായിരുന്നു. റിവൈവ് ചെയ്തപ്പോഴാണ് ശരിക്കും മനുഷ്യജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അത് പെട്ടെന്ന് തീരാം, പക്ഷെ അത് പ്രയോജനകരമായിട്ട് ആർക്കെങ്കിലും ഉപയോഗിക്കണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരെ അത് കൺസീവ് ചെയ്ത് അത് അവരെ ശരിക്കും മനസ്സിലാക്കി ഈ ജീവിതം ഇനിയൊക്കെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി നമ്മളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. തുടർച്ചയായിട്ട് കുറച്ച് പേര് ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കുക. ശരിയാണ്. ആര് ഭരിക്കുന്നോ അവർ വീണ്ടും ഭരിച്ചുകൊണ്ടേയിരിക്കുക. ആ ഭരിക്കുന്നവർ മാറ്റം വരുന്നില്ല, ഭരിക്കുന്ന ആർക്കും മാറ്റം വരുന്നില്ല, തത്വങ്ങളിൽ മാറ്റം വരുന്ന, ആശയങ്ങളിൽ മാറ്റം വരുന്നത്. ഈ ഭരിക്കുന്നവരുടെ ആശയം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. പുതിയ ആൾക്കാർ വന്നാലേ പുതിയ ആശയം വരത്തും. ആ പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ വലിയ ആശയങ്ങളുണ്ട്, പക്ഷേ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു സാഹചര്യമല്ല നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് പ്രത്യേകിച്ചും. അപ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷനിലേക്ക് വിജയിച്ചു വരാൻ സാധിക്കത്തുള്ളൂ 100%. പക്ഷേ ഇതൊരു പ്രയത്നമാണ്, നമ്മുടെ ഒരു മനസ്സിൻ്റെ ധൈര്യമാണ്. ഒരു മാറ്റം വരുത്തണമെന്നുള്ള കടുത്ത ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പൊതുജനങ്ങളിലേക്ക് നമുക്ക് ഏത് രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യമില്ല. കാര്യം വെച്ചാൽ ഞാൻ എതിരിടുന്നത് ഒന്ന് രാഷ്ട്രീയത്തോടാണ് എതിരിടുന്നത്. കാര്യം വെച്ചാൽ സ്വതന്ത്രനായതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തിരിമറികളെയും നമ്മൾ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൽ വിജയിക്കുമെന്ന് ഞാൻ ഒരു 98% വിശ്വസിക്കുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് വികസനം എന്നുള്ളത്. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നടക്കുമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എന്നാൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ അവിടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന പരിപാടി ഞാനിങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് ആൾക്കാരെ കണ്ട് അവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളവരെ ആ രീതിയിൽ സഹായിക്കുക. എന്നാൽ അതൊന്നും അല്ലാതെ വേറെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നം, വഴിവിളക്കിൻ്റെ പ്രശ്നം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ സത്യസന്ധമായിട്ട്, അതായത് നമ്മൾ ഇടപെടുന്നു കാണിക്കാം. വേണമെങ്കിൽ നമ്മൾ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൈ കാണിച്ച് പോകാം. പക്ഷെ അത് ചെയ്ത് തീർക്കുന്നവരെ നമ്മൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. എന്നെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്, എനിക്ക് ഉപദേശം തരുന്നവരുണ്ട്. ആ ഉപദേശങ്ങൾ ഞാൻ കേൾക്കുന്നു, ഓരോ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയുന്നു. മനസ്സുകൊണ്ട് ധൈര്യമാണ്. മറ്റ് എതിരാളികൾ ഒത്തിരി, കാരണം അവർക്ക് ഉള്ള പ്രചരണങ്ങളുണ്ട്, അവർക്ക് പ്രവർത്തകരെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഒരു വെല്ലുവിളിയല്ലേ? അത് വെല്ലുവിളിയാണ്, ശരിക്കും വെല്ലുവിളിയാണ്. എന്നിട്ട് തന്നെ ജനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 50 ഫ്ലെക്സ് കൂടുതൽ വെച്ചെന്ന് പറഞ്ഞ് എനിക്ക് വോട്ട് തരണമെന്നില്ല. അവരെന്ത് മനസ്സിലാക്കുന്നു അതിനാണ് വോട്ട് കൊടുക്കുന്നത്. ഇപ്പം എല്ലാവരും കഴിവുള്ളവരാണ്. ഇപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓടാൻ കഴിവുള്ളവരാണ്. അതിനകത്ത് കൂടുതൽ പെട്ടെന്ന് ഓടുന്ന ആൾ ജയിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതൽ പെട്ടെന്ന് ഓടാൻ പൊതുജനങ്ങളും ദൈവവും സഹായിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ടെടുപ്പിൻ്റെ ഒരു മേഖലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ മേലുകര കിഴക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രന്മാർക്കും ഇവിടെ മത്സരിക്കാനും ജയിച്ചു വരാനുള്ള ഒരു അവകാശം കൂടി എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സ്ഥാനാർത്ഥി പ്രമോദ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.